നവകേരള മുന്നേറ്റം തുടരാൻ ഇടതുപക്ഷ തുടർച്ചയ്ക്ക് വാട്ടർ അതോറിറ്റി ജീവനക്കാർ അണിനിരക്കണമെന്ന് സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള മുന്നേറ്റം തുടരാൻ ഇടതുപക്ഷ തുടർച്ചയ്ക്ക് ജീവനക്കാർ അണിനിരക്കണമെന്ന് കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെയും ഉറവ് സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമവും ജലദ ജില്ലാ കലോത്സവവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. പക്ഷേ 5 വയസ്സായ കുട്ടിക്ക് അറിയാൻ സാധ്യത അവർക്ക് അത്രയും ധാരണയില്ല. ഒരു കാലം നമുക്ക് കോവിഡ് കൊടുത്തതാണ്. നമ്മുടെ വീട്ടിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റില്ല, അടുത്ത വീട്ടിൽ ആളുകൾക്ക് വരാൻ പറ്റില്ല. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കോവിഡ് കാലത്ത് നമ്മൾ വൈകുന്നേരങ്ങളിൽ നടത്തിയിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി 2016 മുതൽ 2021 വരെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് പിണറായി വിജയൻ. നിങ്ങൾ സഖാവ് പറയാൻ പാടാന്ന് പറഞ്ഞാലും ഞാൻ പറയും. എന്തുകൊണ്ടറിയാം, സഖാവ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണ്. അതുകൊണ്ട് സഖാവ് എന്ന് പറയാം, കുഴപ്പമില്ല. കോൺഗ്രസ്സുകാരനെ പറയാം, നല്ല കോൺഗ്രസ്സുകാരാണെങ്കിൽ സഖാവ് എന്ന് പറയാം, കുഴപ്പമില്ല. സഖാവ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്ന അർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അടുത്ത കൂട്ടുകാരനായി വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മൾ സീരിയൽ കാണാനുള്ള പോയത്. നമ്മൾ മുഖ്യമന്ത്രിയുടെ ആ പത്രസമ്മേളനം കാണാൻ വേണ്ടി പോയി. ആ പത്രസമ്മേളനത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ അദ്ദേഹം, നിങ്ങളാരും ഒരു പ്രയാസം അനുഭവിക്കേണ്ട കാര്യമില്ല, നല്ല ജാഗ്രത വേണം, കൈ കഴുകണം, തൽക്കാലം നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങി കഴിയുക. അങ്ങനെ വീട്ടിൽ ഒതുങ്ങി കഴിയുമ്പോഴും നമ്മളെല്ലാം വ്യായാമം ചെയ്യണം, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണം. അടുത്ത വീട്ടിലാണ് കഷ്ടപ്പെടുന്ന കാര്യം മനസ്സിലാക്കണം. ഉറവ് പ്രസിഡന്റ് ബി സുപ്രിയ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എ സുധാകരൻ, ജില്ലാ സെക്രട്ടറി കെ വിനോദ്, പ്രസിഡന്റ് എസ് ഗോവിന്ദരാജ്, യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ MV രാഘവൻ, അക്വ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ഗിരീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ഉറവ് സെക്രട്ടറി ഇ അനിൽകുമാർ സ്വാഗതവും M ജയൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ജനത ജില്ലാ കലോത്സവവും ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. ജലദ സംസ്ഥാന കായികോത്സവത്തിൽ വിജയികളായവരെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.